അപ്പോൾ നമ്മളൊരു ചെറിയ ഫംഗ്ഷന് വേണ്ടി നമ്മൾ കായംകുളത്തോട്ട് പോവാണ് കേട്ടോ. കായംകുളം അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നിറങ്ങി. അത്യാവശ്യം നല്ല രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും കൊച്ചും മോനും കൂടെയാണ് പോയത്. കാരണം മൂത്താൾക്ക് സ്കൂളിൽ പഠിത്തമുള്ളതുകൊണ്ട് തന്നെ മൂത്താൾ വന്നിട്ടില്ലായിരുന്നു. പിന്നെ ചേട്ടന് ജോലി ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്തായിരുന്നു. അതുകൊണ്ട് പിന്നെ ചേട്ടന് അങ്ങോട്ടും പോയി. അങ്ങനെ ഞങ്ങളിങ്ങനെ അച്ഛനെ നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ അച്ഛൻ നല്ലൊരു ആക്റ്റീവയ്ക്കകത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ അച്ഛനാണ്. അങ്ങനെ ഞങ്ങളുടെ അച്ഛൻ അവിടെ വന്ന് ഓടിച്ചെന്നൊരു ഉമ്മയൊക്കെ എൻ്റെ മോനിങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ കയറി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അന്ന് ട്രെയിനകത്ത് വന്നിറങ്ങി ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. തന്നെയല്ല മഴയുടെ ആയിരിക്കും ഭയങ്കര ഈ മരമൊക്കെ മറിഞ്ഞ് വീണൊക്കെ കിടന്ന് അങ്ങനെ ഇച്ചിരി ബ്ലോക്കൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ വീട്ടിലോട്ട് വന്ന് എൻ്റെ അനിയത്തിയും അമ്മയുമാണ് ഫ്രണ്ടിലിരിക്കുന്നത്. അവർ രണ്ടുപേരും കൂടെ ഞങ്ങളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അവരറിഞ്ഞതുപോലെയില്ല ഞാനിങ്ങനെ വീഡിയോസ് എടുത്ത കാര്യങ്ങളൊന്നും അറിയുന്ന പോലെയില്ല. കാരണം അനിയത്തി വീലുണ്ട്, അവർക്ക് വീട് പണി ആയതുകൊണ്ട് തന്നെ അനിയത്തി വീലുണ്ട്. വന്ന വേടെ കൊച്ചിനെ എടുത്തങ്ങുമ്പോൾ ഇപ്പം എന്നാൽ മോള് വാ കയറി ഇരിക്കുക, ഇതൊന്നും ഇല്ല കേട്ടോ. ഞാനപ്പം എന്തോ മൊബൈലും പിടിച്ചുകൊണ്ട് വന്നതാണ് അവരുടെ വിചാരം. വീഡിയോസ് ആണെന്നൊന്നും അറിഞ്ഞില്ല. പിന്നെ വന്ന വാക്ക് പൊറോട്ടയും ഇറച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അനിയത്തി പൊറോട്ടയൊക്കെ കഴിക്കുന്നത് സൂപ്പറായിട്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് 2 എണ്ണേ കഴിക്കത്തുള്ളൂ. 2 പൊറോട്ടയും ഇച്ചിരി കറിയൊക്കെ ആയിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ നമുക്ക് ബെസ്റ്റാണല്ലോ നമ്മുടെ കട്ടൻ ചായ മസ്റ്റാണ് കേട്ടോ. വീഡിയോസ് എടുക്കുവാണെന്നൊന്നും അറിയാൻ വയ്യാതെ അച്ഛന് ഞാൻ പറയുന്നതും കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ചിരിക്കും കേട്ടോ. ഞാൻ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ നാത്തൂൻ്റെ കുഞ്ഞിൻ്റെ നൂല് കേട്ടോ. പിന്നെ അതിൻ്റെ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയാണ് നമ്മൾ നാട്ടിലോട്ട് വന്നത് തന്നെ. അപ്പം ആ നൂലുകെട്ടായിരുന്നു, മോളായിരുന്നു കേട്ടോ. ഇങ്ങനെ കാത്തിരുന്ന് നല്ല 18 വർഷത്തിന് ശേഷം നല്ലൊരു ഓമന മോളെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പം വലിയ ഫംഗ്ഷനോ കാര്യങ്ങളോ വലിയ രീതിയിലുള്ള ചടങ്ങുകളൊന്നും അല്ല, ഒരു ചെറിയൊരു നൂലുകെട്ട് അത്രയേ ഉള്ളൂ. പിന്നെ അറിയാലോ സ്വർണ്ണത്തിൻ്റെയൊക്കെ ഇപ്പോഴത്തെ വിലയും ഒക്കെ അറിയാമല്ലോ. തവളക്കുഞ്ഞിനെ എടുത്തിടുന്നത് പോലെ വാവ എടുത്ത് വെച്ചേക്കുക കേട്ടോ. പക്ഷേ അധികം കരച്ചിലൊന്നും ഇല്ലായിരുന്നു വാവയ്ക്ക്. അത്യാവശ്യം പെട്ടെന്ന് അങ്ങ് കരച്ചിലൊക്കെ സ്റ്റോപ്പ് ചെയ്തങ്ങ് നിന്നേതായിരുന്നു കേട്ടോ വാവ. അത്യാവശ്യം കരച്ചിലും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു വാവ. പിന്നെ മൂത്രം ഒഴിച്ചതൊന്നുമില്ല കേട്ടോ അതിനകത്ത്. ഒന്നും പറയണ്ട. നല്ല പെട്ടെന്ന് ചേച്ചിയുടെ കൈ നൂർന്ന് പോകുന്നത് കൊണ്ട് മൂത്ത മോനോട് പറഞ്ഞ് പിടിച്ചു വന്നു. കാരണം ആ പിടിക്കുന്ന മൂത്ത മോൻ അവരുടെ കേട്ടോ. അവന് 18 വയസ്സാവുന്നു, മൂത്ത മോന്. അപ്പം രണ്ടാമത്തെ ഒരു കുഞ്ഞാവെ ദൈവം അതും ഒരു മോളെ തന്നെ ദൈവം കൊടുത്ത്. അങ്ങനെ ആ നൂലുകെട്ടെല്ലാം കഴിഞ്ഞ് പിന്നെ അടുത്തത് കാട്ടുവള ഇടിയിലായിരുന്നു കേട്ടോ. കാട്ടുവള ഇട്ട് കൊടുത്ത് പിന്നെ അത്യാവശ്യം കുറച്ച് സ്വർണ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഓരോരുത്തരായിട്ടൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ പേരിടിച്ചിലായിരുന്നു. പൊന്നു എന്നാ പേര് വീട്ടിൽ വിളിക്കുന്നതെങ്കിലും മേഘ മഹേഷ് എന്നാണ് കുഞ്ഞിൻ്റെ പേര് കേട്ടോ. മേഘ മഹേഷ് എന്നാണ് കുഞ്ഞിൻ്റെ പേര്, പൊന്നു എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് ബന്ധുക്കളും കുറച്ച് അപ്പുറത്തെ ഇപ്പുറത്തെയൊക്കെ പിന്നെ മൂത്താടെ കുറച്ച് ഫ്രണ്ട്സും, അവൻ +2 പഠിക്കുന്നത്, അതിൻ്റെ ഫ്രണ്ട്സും അങ്ങനെ കുറച്ച് പേരൊക്കെ ഉള്ളായിരുന്നു. അധികം ഒന്നും ആരെയും വിളിച്ചതൊന്നുമില്ലായിരുന്നു. അതിൻ്റെ കൂടെ ഭയങ്കര മഴയും. പിന്നെ കുഞ്ഞാവയൊക്കെ ഓരോരുത്തരോരോ ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ഞങ്ങളതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനായിട്ടൊക്കെ പോയി. അതൊന്നും ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. വേണേ വിചാരിക്കും ഈ പെണ്ണിന് എപ്പോഴും ഭക്ഷണം കഴിപ്പ് മാത്രമേ എപ്പോഴും ഉള്ളൂ എന്ന് ചോദിക്കും കേട്ടോ. അങ്ങനെ കുഞ്ഞാവയ്ക്ക് ഓരോ ഗിഫ്റ്റും കാര്യങ്ങളും ഞങ്ങൾ കൊടുത്തത് കൊച്ചു കമ്മലായിരുന്നു കേട്ടോ. അത് ആ ബോക്സിനകത്തുള്ളത് ഞങ്ങളുടെ കമ്മലായിരുന്നു. പിന്നെ കുഞ്ഞാവയുടെ മാത്രമായിട്ട് 2-3 ഫോട്ടോസൊക്കെ എടുത്ത് അതൊന്നും വയറ്റിക്കകത്ത് മാത്രം കൊടുത്തില്ല. പിന്നെ ഞങ്ങൾ ടാറ്റ ബൈ പറഞ്ഞ് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് വൈകിട്ട് ഞങ്ങളിഞ്ഞ് പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോസ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.